കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും. പ്രിയ ശ്രോതാക്കളെ, കൃഷിയിൽ മികച്ച വിളവും മണ്ണിൻ്റെ ആരോഗ്യവും ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ആവശ്യത്തിന് മാത്രം ശരിയായ അളവിലും ശരിയായ സമയത്തും വളങ്ങൾ പ്രയോഗിക്കുന്നത് വിളവെടുപ്പിൻ്റെ ഗുണമേന്മ ഉയർത്തുന്നതിനൊപ്പം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും സംരക്ഷിക്കുന്നു. ഇന്ന് വളങ്ങളുടെ സന്തുലിത ഉപയോഗം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പമുണ്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സബ്ജക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ. ഈ മെയ് മാസം തുടങ്ങി രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണ് വളങ്ങളുടെ സന്തുലിതമായ ഉപയോഗത്തിനായിട്ടുള്ള ദേശീയ ക്യാമ്പയിൻ. അതായത് ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഈ രാസവളങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗത്തിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിച്ചിട്ട് ശാസ്ത്രീയവും സമഗ്രവുമായ ഒരു പോഷക പരിപാലന രീതിയിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം. മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വളങ്ങളുടെ അനുപാതത്തിലുണ്ടായ മാറ്റമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ 4-2-1 എന്നുള്ളൊരു അനുപാതമാണ് പറയുന്നത്. 4 ഭാഗം നൈട്രജൻ, 2 ഭാഗം ഫോസ്ഫറസ്, 1 ഭാഗം പൊട്ടാഷ്, ആ ഒരു രീതിയിൽ പോകണം എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ അത് ആ അനുപാതം വളരെയധികം കൂടിയിട്ട് ചില സംസ്ഥാനങ്ങളിൽ അത് വളരെയധികം കൂടിയിട്ട് 7-2-1 എന്നുള്ളൊരു അനുപാതത്തിലേക്കൊക്കെ പോയത് കാരണം അപ്പോൾ വളങ്ങളുടെ അനുപാതത്തിലുള്ള മാറ്റം കാരണം ഉൽപ്പാദനത്തിലൊക്കെ വളരെ വ്യത്യാസവും മണ്ണിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരികയും ഒക്കെ ചെയ്തത് കാരണമാണ് ഈ ക്യാമ്പയിൻ നടത്തണം എന്ന് രാജ്യവ്യാപകമായിട്ട് നടത്താൻ ഗവൺമെൻറ് അതിന് പദ്ധതി ഇട്ടത്. പിന്നെ ഇതുമൂലം സന്തുലിതമല്ലാത്ത ഉപയോഗത്തിലൂടെ പിന്നെ നടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിളവിലെ മുരടിപ്പും കുറയുന്ന പ്രതികരണമാണ്. ഒരു ഡിക്ലൈനിങ് റെസ്പോൺസ് എന്ന് പറയും. അത് എന്ന് വെച്ചാൽ ഈ കർഷകർ വർഷം തോറും രാസവളങ്ങളുടെ അളവ് കൂട്ടിയിട്ടും വിളവിലൊരു വർധന ഉണ്ടാകുന്നില്ല. അത് തന്നെയല്ല, ഈ സൂക്ഷ്മ മൂലകങ്ങൾ, അതുപോലെയുള്ള ദ്വിതീയ മൂലകങ്ങൾ, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, സിങ്ക്, ബോറോൺ, അയൺ, അതുപോലെയുള്ള മൂലകങ്ങളുടെ കുറവ് കാരണം നമ്മൾ ബാക്കിയുള്ള വളങ്ങൾ ഇട്ടാലും മണ്ണിൻ്റെ ഒരു പ്രതികരണം ഗണ്യമായിട്ട് കുറഞ്ഞായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൂക്ഷ്മ മൂലകങ്ങളുടെ ആ ഒരു മാനേജ്മെൻറ്റ് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തത് കാരണം മണ്ണിൽ വരുന്ന ഘടനയ്ക്ക് വരുന്ന വ്യത്യാസം, മണ്ണിൻ്റെ പോഷകം ഇതിൽ വരുന്ന വ്യത്യാസങ്ങളും കാരണം ഉൽപ്പാദനത്തിൽ കുറവ് വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടന നശിക്കൽ വേറൊരു പ്രശ്നമാണ്. അതെന്താണെന്ന് വെച്ചാൽ ജൈവാംശം ഇല്ലാതെ മണ്ണിൽ നമ്മൾ തുടർച്ചയായിട്ട് നൈട്രജൻ ചേർന്നുള്ള വളങ്ങൾ, നൈട്രജൻ ചേർന്നെന്ന് പറഞ്ഞാൽ യൂറിയ, DAP ഇതുപോലെയുള്ള വളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴേ മണ്ണിലെ ജൈവ കാർബൺ കുറയാനും ഓർഗാനിക് കാർബൺ എന്ന് പറയുന്ന അതിൻ്റെ അളവ് കുറയാനും മണ്ണിൻ്റെ pH വ്യതിയാനത്തിനും അതേപോലെ അമിതമായിട്ട് ഉള്ള അമ്ലത്വമോ ക്ഷാരത്വമോ ഒക്കെ ഉണ്ടാകാൻ ഇത് സാധ്യതയാകും. അതുകൂടാതെ ഇതിനകത്തിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാനും ഇത് കാരണമാകും. പിന്നെ വേറൊരു പ്രശ്നം ക്യാമ്പയിനെ നടത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതി മലിനീകരണമാണ്. കാരണം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത അധികം നൈട്രജന് നൈട്രേറ്റുകളായിട്ട് ഭൂഗർഭജലത്തിൽ കലരുകയും വലിയ രീതിയിലുള്ള ജല മലിനീകരണത്തിന് അത് കാരണമാകുകയും ചെയ്യും. ഇതുകൂടാതെ വേറെ പ്രശ്നങ്ങളുള്ള നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളുവാനും ഇത് കാരണമാകുന്നുണ്ട്, ഇതിൻ്റെ കൂടുതൽ ഉപയോഗം കാരണം. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന സബ്സിഡി ബാധ്യതയാണ്. ഇറക്കുമതി ചെയ്യുന്ന രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം വളം സബ്സിഡി ചെയ്യുന്നതിൽ രാജ്യത്തിന് വലുതായിട്ടുള്ളൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഈ നമ്മളുടെ ഗൾഫ് മേഖലയിലുള്ള ആ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഇന്ത്യൻ കാർഷിക മേഖലയെ അത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാസവളങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ. രാസവളങ്ങളുടെ നേരിട്ടുള്ള വിതരണക്കാരെന്ന നിലയിലും വ്യാപാരപാത എന്ന നിലയിലും മിഡിൽ ഈസ്റ്റ്
ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം ഗൾഫ് മേഖല, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം നമ്മുടെ വളം ഇറക്കുമതിയെ ബാധിക്കുന്നുണ്ട്. കാരണം പൊട്ടാഷ്യം ഫോസ്ഫേറ്റും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം, റോക്ക് ഫോസ്ഫേറ്റ്, ഇതൊക്കെ ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ പ്രധാന വിതരണക്കാർ ഇസ്രായേലും ജോർഡാനും ഒക്കെയാണ്. അപ്പം ഈ അവിടെ നിന്നുള്ള ജോർഡാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെയുള്ള തുറമുഖങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും അവിടെ ലേബർ ഷോർട്ടേജും ഒക്കെ ഉള്ളത് കാരണം ഇന്ത്യയിലേക്കുള്ള വളം വരവിനെ അത് വൈകിപ്പിക്കുന്നുണ്ട്. അതുപോലെ യൂറിയ, അമോണിയ അതുപോലെയുള്ള സാധനങ്ങൾ ഒമാൻ, സൗദി അറേബ്യ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഖത്തറിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും വലിയ തോതിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് വളങ്ങളുടെ ഒരു കുറവ് വരുമ്പോഴും അതിൻ്റെ ഫ്രൈറ്റ് ചാർജസ്, അതിൻ്റെ ചരക്കുകൂലി കൂടുകയും ചെയ്യുന്നത് കാരണം ഈ സബ്സിഡി ഇനത്തിൽ ഗവൺമെൻറ്റിന് വലിയൊരു ബാധ്യത വരുന്നുണ്ട്. അപ്പോൾ അത് വളത്തിൻ്റെ വില കൂടാനും ഒക്കെ ഇനി അത് സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളത് കാരണം ഈ വളങ്ങളുടെ അളവ്, ഒന്നാമത് ഇത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള വില കൂടുതലും കൂടെ വരാൻ സാധ്യതയുള്ളത് കാരണം ഇതിൻ്റെ അളവ് കുറച്ച് വേറെ എങ്ങനെ സന്തുലിത വളപ്രയോഗം എന്ന് വെച്ചാൽ ബാക്കിയുള്ള രീതിയിലുള്ള വളപ്രയോഗങ്ങളും ഒക്കെ ചെയ്ത് എങ്ങനെ ഇതിനെ, ബാക്കിയുള്ള വളപ്രയോഗം എന്ന് പറഞ്ഞാൽ പച്ചില വളങ്ങൾ, അതുപോലെ തന്നെ ജൈവ വളങ്ങൾ, ജീവാണു വളങ്ങൾ, അതുപോലെ പിണ്ണാക്ക് പോലെയുള്ള വളങ്ങൾ, അതുപോലെയുള്ള പല തരത്തിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്തിട്ട് ഈ രാസവളത്തിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സന്തുലിത വളപ്രയോഗത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിനെ കേവലം ഒരു വളർച്ചാ മാധ്യമമായിട്ട് മാത്രം കാണാതെ ജീവനുള്ള ഒരു ആവാസ വ്യവസ്ഥയായിട്ട് അതിനെ പരിഗണിക്കുന്ന ഒരു ശാസ്ത്രീയ തത്വത്തിലാണ് ഈ സോയിൽ ഹെൽത്ത് ക്യാമ്പയിൻ അല്ലെങ്കിൽ ബാലൻസ്ഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ, വളങ്ങളുടെ സന്തുലിതമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്ന ക്യാമ്പയിൻ അത് പ്രവർത്തിക്കുന്നത് തന്നെ. ഇതിനകത്തിൽ 4 പോഷക പരിപാലനത്തിൻ്റെ ഒരു 4 R's ഇൻ ന്യൂട്രിയൻറ്റ് സ്റ്റുവർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അത് പോഷക പരിപാലനത്തിൽ ഇതിനകത്തിലെ റൈറ്റ് സോഴ്സ്, ശരിയായ വളം ഉപയോഗിക്കുക എന്നുള്ള റൈറ്റ് സോഴ്സ്, അത് ശരിയായ അളവിൽ, അതുപോലെ തന്നെ റൈറ്റ് റേറ്റ്, ശരിയായ അളവിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ശരിയായ സമയത്ത് റൈറ്റ് ടൈമിൽ ഉപയോഗിക്കുക, അതുപോലെ ശരിയായ സ്ഥലത്ത് റൈറ്റ് പ്ലേസിൽ നൽകുക. ഇതൊക്കെയാണ് ഈ വളം ഉപയോഗത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ വളം ചെയ്യുമ്പോൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യരുത്. അത് ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ മണ്ണ് പരിശോധനയിലൂടെയും കണ്ടെത്തുന്ന പോരായ്മകൾ മണ്ണ് പരിശോധന കഴിഞ്ഞിട്ട് ആ സോയിൽ ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്ത് ഏതൊക്കെ മൂലകങ്ങളാണ് മണ്ണിൽ കുറവുള്ളത് അതിനെ മാത്രം റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള, അതിനെ സപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുള്ള വളപ്രയോഗ രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത്. സോയിൽ ഹെൽത്ത് കാർഡുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഇവിടെയാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത് മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കലാണ്. കറക്ഷൻ ഓഫ് സോയിൽ pH എന്ന് പറയും. അത് പുളിപ്പുള്ള മണ്ണ് ആണ് കേരളത്തിലെ മണ്ണ്. കാരണം കേരളത്തിൽ അതിവർഷം ഈ മൺസൂൺ കൂടുതൽ ലഭിക്കുന്ന കാരണം ടോപ്പ് ലെയറിലുള്ള പോസിറ്റീവ് ചാർജുള്ള മൂലകങ്ങളെല്ലാം ജലാശയങ്ങളിലേക്ക് ഒലിച്ചു പോകുന്ന കാരണം മണ്ണിൽ സ്വാഭാവികമായിട്ടൊരു പുളിപ്പ് സംഭവിക്കാറുണ്ട്, പുളിപ്പ് വരാറുണ്ട്. അപ്പോൾ അതിനാൽ പുളിപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും അത് കേരളത്തിലെ ഒരു കൃഷി രീതി അനുസരിച്ച് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലുള്ള കുമ്മായ വസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിനെ ആദ്യം പാകപ്പെടുത്തിയതിന് ശേഷം മാത്രമേ കൃഷി ചെയ്യാവൂ എന്നുള്ളതാണ്. ഏകദേശം 1 സെൻറ്റിലേക്ക് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഏകദേശം ഒരു 3 കിലോയോളം കുമ്മായം അല്ലെങ്കിൽ ഒരു 4 കിലോയോളം ഡോളമൈറ്റ് 1 സെൻറ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഒരു സാധാരണ പച്ചക്കറി കൃഷി അതുപോലെയുള്ള കൃഷികൾ ഒക്കെ ചെയ്യുമ്പോൾ, നെൽകൃഷിക്കാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് മതി. ഇതിൻ്റെ ഒരു ഏകദേശം പകുതിയോളം മതിയാകും. ഒരു 1.5 കിലോയോളം കുമ്മായം ഒരു സെൻറ്റിൽ എന്നുള്ള കണക്കിന്, അല്ലെങ്കിൽ 2 കിലോയോളം ഡോളമൈറ്റ് 1 സെൻറ്റിലേക്ക് എന്നുള്ള കണക്കിന് ഉപയോഗിച്ചാൽ മതിയാകും. സുസ്ഥിരവും സാമ്പത്തികവും ലാഭകരമായിട്ട് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ, സോയിൽ ഹെൽത്ത് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഫെർട്ടിലൈസർ അവയർനെസ് ക്യാമ്പയിൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അതിനകത്തിലെ മുഖ്യമായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കലും നിലനിർത്തലുമാണ്. കാരണം നമ്മളുടെ ഇനിയുള്ള തലമുറകൾക്കായിട്ട് മണ്ണിലെ ജൈവ കാർബൺ വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഭൗതികവും രാസപരവും ജൈവപരമായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം പലവിധമായിട്ടുള്ള ഈ രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, DAP അതുപോലെയുള്ള വളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം മണ്ണിൻ്റെ ഭൗതികവും രാസപരവും ജൈവപരമായിട്ടുള്ള ആ ഒരു കഴിവുകളൊക്കെ മണ്ണിൻ്റെ നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിൻ്റെ
സന്തുലിതമായിട്ടുള്ള ഉപയോഗത്തിൽ ആ പ്രശ്നം വരത്തില്ല. പക്ഷേ പലപ്പോഴും ഇത് അമിതമായിട്ടുള്ള ഉപയോഗം ചെയ്യുമ്പോൾ ഇത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം വരുത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ്ഡ് യൂസ്, ഒരു സന്തുലിതമായിട്ടുള്ള ഉപയോഗം വളരെയധികം പ്രധാനപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടാണ് ഇതിൻ്റെ അകത്തിലൊരു ഇൻ്റഗ്രേറ്റഡ് രീതിയിലുള്ള രീതി എന്ന് പറയുന്നത് സംയോജിത പോഷക പരിപാലനം. ആ രീതിയിലുള്ള ഒരു വളപ്രയോഗം, അതെന്ന് വെച്ചാൽ കാലിവളം, ചാണകം, പച്ചില വളങ്ങൾ, ജീവാണുവളങ്ങൾ ഇതെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി. പിന്നെ ഒരു കാര്യമുള്ളത് വിളവും ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രധാന സൂക്ഷ്മ മൂലകങ്ങളും ലഭ്യമാക്കി വിളവ് വർദ്ധിപ്പിക്കാനും ഉൽപ്പന്നങ്ങളുടെ പോഷക ഗുണവും സൂക്ഷിപ്പ് കാലയളവും മെച്ചപ്പെടുത്താനും ഇത് കാരണമാക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സൂക്ഷ്മ മൂലകങ്ങൾ, പ്രധാന മൂലകങ്ങൾ നമ്മൾ പലപ്പോഴും പറയും പരിപൂർണമായിട്ടുള്ള നാടൻ കൃഷിയിൽ മാത്രമേ ഏറ്റവും രുചി കിട്ടത്തുള്ളൂ പറയും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സൂക്ഷ്മ മൂലകങ്ങളും ഒക്കെ കൃത്യമായിട്ട് സസ്യങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ആ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ, അതിനകത്തിൽ ഇലകളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയകളൊക്കെ മെച്ചപ്പെടുകയും അതിനകത്തിൽ കൂടുതൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ, ഇലക്കറി വർഗ്ഗങ്ങളിലായാലും പുഷ്പിച്ച് കായ്കളാകുന്ന തരത്തിലുള്ള പച്ചക്കറികളിലായാലും മറ്റു കിഴങ്ങുവർഗ്ഗങ്ങളിലായാലും എന്തിലായാലും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്നതും ആ ഉൽപ്പന്നങ്ങൾക്കുള്ള രുചിയും അതിൻ്റെ സൂക്ഷിപ്പ് കാലയളവും ഒക്കെ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഈ നല്ല കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗം ചെയ്താലുള്ള വേറെ ഒരു ഗുണം. പിന്നെ കർഷകരുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളത് മുഖ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള വളങ്ങൾ ഒഴിവാക്കി കൃഷി ചെലവ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ, നൽകുന്ന വളങ്ങൾ പരമാവധി പ്രയോജനപ്രദമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നമ്മൾ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം വളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കൃഷിയുടെ ചെലവ് ഗണ്യമായിട്ട് അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ബദൽ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് രാസവളങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റേ പുതിയ ഇപ്പോൾ ബയോ ക്യാപ്സ്യൂളുകൾ, അതുപോലെ തന്നെ നൂതന ഉൽപ്പന്നങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കൃഷി രീതികൾ അത് പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ കൃഷി രീതികളോടൊപ്പം തന്നെ ജലസംരക്ഷണം, ഡ്രിപ്പ് ജലസേചനം, അതുപോലെ തന്നെയുള്ള ജലസംരക്ഷണ ഉപാധികൾ, മണ്ണിന് പുതയിടിയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ കൃഷിയിൽ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് പ്രതീക്ഷിക്കുന്നതിലും അധികം ഉൽപ്പാദനം. കാരണം ജലസംരക്ഷണവും പുതയിടിയിലും മുഖ്യമായിട്ടുള്ള ഒരു വിളവ് വർദ്ധിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ കർഷകന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഉൽപ്പാദനം കിട്ടുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ മുഖ്യമായിട്ടുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ പരിസ്ഥിതി സംരക്ഷണമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളങ്ങൾ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് തടയാൻ സാധിക്കണം. രാസവളങ്ങളുടെ നിർമ്മാണവും അശാസ്ത്രീയമായ ഉപയോഗവും വഴി ഉണ്ടാകുന്ന കാർബൺ ഫുട് പ്രിൻറ്റ്സ് ഉണ്ട്, കാർബൺ പുറന്തള്ളൽ. അപ്പോൾ ആ ഒരു കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുവാനും നമുക്ക് ഇതുപോലെയുള്ള പ്ലാനിങ്ങിൽ ഉള്ള വളപ്രയോഗം, അത് സന്തുലിതമായിട്ടുള്ള വളപ്രയോഗത്തിലൂടെ നമുക്ക് അത് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃഷി നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളങ്ങളുടെ വില അനിയന്ത്രിതമായിട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ഒരു കൺട്രോളും ഇല്ലാത്ത ഒരവസ്ഥയാണ്. വളങ്ങൾ അത് ഇപ്പം ലഭ്യമാകുമോ എന്ന് തന്നെ അറിയത്തില്ല. ആ ഒരു സ്ഥിതിയിലാണ് വളങ്ങളുടെ ഉപയോഗം കുറച്ച് ഇതുപോലെയുള്ള മറ്റ് വളങ്ങൾ, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ, ജീവാണു വളങ്ങൾ, ജൈവ വളങ്ങൾ, ഇതൊക്കെ കൃഷിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംയോജിത രീതിയിലുള്ള കൃഷി ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളങ്ങളുടെ സന്തുലിത ഉപയോഗം ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ. തുടർന്ന് കാർഷിക ജീവനത്തിൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ലാഭകരവുമായ പഴവർഗ്ഗ കൃഷിയാണ് റംബൂട്ടാൻ. മികച്ച പരിചരണം നൽകിയാൽ നല്ല വിളവും ഉയർന്ന വരുമാനവും ഇതിൽ നിന്ന് ലഭിക്കും. അനുയോജ്യമായ കാലാവസ്ഥ, നടീൽ രീതി, പരിചരണം, നന, പ്രൂണിംഗ്, വളപ്രയോഗം, വിളവെടുപ്പ് എന്നിവയെല്ലാം റംബൂട്ടാൻ കൃഷി വിജയകരമാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും മികച്ച വിളവ് തരുന്നതുമായ റംബൂട്ടാൻ ഇനം N18 കഴിഞ്ഞ 20 വർഷമായി കൃഷി ചെയ്യുന്ന സിബി കൊല്ലറയ്ക്കലിന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരമുണ്ട്. എൻ്റെ പേര് സിബി കൊല്ലറയ്ക്കൽ. എൻ്റെ ബേസിക് സ്ഥലം ആയോനയ്ക്ക് അടുത്ത് തന്നെയുള്ള വാരപ്പെട്ടി വില്ലേജിലാണ്. ഞങ്ങളവിടെ ഒരു 20 വർഷമായിട്ട് റംബൂട്ടാൻ കൃഷി നടത്തുന്നതാണ്. ഇപ്പോൾ നിലവിൽ ആയോനയിൽ എനിക്ക് കൃഷിയുണ്ട്. ഏതാണ്ട് 20 വർഷം മുമ്പ് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ പ്രദേശത്ത് അങ്ങനെ കൃഷി തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങളന്ന് ഭാഗ്യവശാൽ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് പറയാം. N80 ഹൈബ്രിഡ് തൈയാണ് അന്ന് കിട്ടിയത്. ആ തൈ വെച്ചതിന് ശേഷം ആദ്യം മാർക്കറ്റിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ബ്രദറാണ് അത് നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അന്നേരം വിദേശത്തായിരുന്നു. ഇത് വിപണി കണ്ടെത്താൻ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആലുവ തൊട്ട് പെരുമ്പാവൂര്, കോതമംഗലം, തൊടുപുഴ, മൂവാറ്റുപുഴ ഇത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുവന്നാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തുകയും അവർ വലയിട്ട് അവർ തന്നെ പറിച്ച് നമുക്ക് കിലോയ്ക്ക് ഇത്ര രൂപ, ഏതാണ്ട് 120 രൂപയ്ക്കും 150 രൂപയ്ക്കും ഇടയ്ക്ക് വില തന്ന് ഞങ്ങളുടെ ചരക്ക് ശേഖരിച്ചുകൊണ്ട് പോയതിന് ശേഷം കൃഷിക്ക് ഭയങ്കരമായ അഭിവൃദ്ധിയാണ്. ഈ നാട്ടിൽ മൊത്തം ആ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വെട്ടാൻ ആളില്ലാത്ത കാരണം എല്ലാവരും റബ്ബർ കൃഷിയിൽ നിന്ന് മാറി റംബൂട്ടാനിലേക്ക് തിരികെയാണ്. പിന്നെ കിങ് ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. പക്ഷേ അതൊക്കെ സൈസ് കുറച്ച് വലുതായിരിക്കും. പക്ഷേ അതിന് ടേസ്റ്റ് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു പോരാ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പുലൂസൻ്റെയൊക്കെ അതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. ടേസ്റ്റിൽ മാത്രമാണോ, വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് N18 മികച്ചതായിട്ട് നിൽക്കുന്നത്? പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെയൊക്കെ റംബൂട്ടാൻ്റെ പുറത്തുള്ള ഒരു ചെറിയ കൊറോണയുടെ ഇതുപോലെ മുള്ളു പോലെ ഇരിക്കണം, ആ സാധനം പെട്ടെന്ന് വാടിപ്പോവും. ഈ N18 ആണെങ്കിൽ കുറച്ചും കൂടെ അത് നിൽക്കും. പിന്നെ അതിൻ്റെ അകത്ത് ആ ജ്യൂസി അങ്ങനെ നിൽക്കും. ഇതാകുമ്പോൾ ഡ്രൈ ആയിട്ട് ഒരു ബ്ലാക്കിഷ് കളറിലേക്ക് പോകും. പുലൂസാന മാർക്കറ്റിലില്ലാത്തതിൻ്റെ കാര്യം അത് പെട്ടെന്ന് ബ്ലാക്ക് ആയി പോകും. നമ്മൾ ഈ പ്രദേശത്തെല്ലാം ഏറ്റവും കൂടുതൽ കാണുന്നത് റംബൂട്ടാൻ തന്നെയാണ്. അപ്പോൾ ഈ റംബൂട്ടാൻ്റെ കൃഷി രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? റംബൂട്ടാൻ അതിൻ്റെ തൈ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും, അത് ഹൈബ്രിഡ് തൈ ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണല്ലോ മെയിനായിട്ട് നോക്കേണ്ടത്. ജോഷി ചേട്ടനുണ്ട് ഈരാറ്റുപേട്ടയുള്ള, പുള്ളിയുടെയാണ് ഞങ്ങൾ തൈ എടുക്കുന്നത്. കാരണം അതൊരു ജെനുവിൻ പാർട്ടിയാണ് പുള്ളി. ഒരു സിംഗിൾ വ്യക്തി നേരിട്ട് നോക്കി നടത്തുന്നത്. ജോഷി ചേട്ടൻ്റെ ആണെങ്കിൽ റേറ്റിലും കുറച്ച് കുറവ് വരും കേട്ടോ, ഉള്ളത് പറയാണല്ലോ. പുള്ളിയെ നേരിട്ട് സെലക്ട് ചെയ്യുന്ന തൈയാണ്. അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും തൈ എടുക്കുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ ഒരു കുഴിക്ക് എത്ര ആഴത്തിൽ നമ്മൾ കുഴി താത്താമോ താത്തി അടിസ്ഥാന വളമിട്ട് അത് മൂടിയിട്ടിട്ട് ചാണകം, ചാരം, ആട്ടുംകാട്ടം എന്നിവ ഇട്ടിട്ട് മൂടിയിടുക. അതിന് ശേഷം പുള്ളക്കുഴി കുത്തി കാലവർഷം തുടക്കത്തിൽ തന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നനയിൽ നിന്ന് രക്ഷപ്പെടാം. ജൂൺ ജൂലൈ വലിയ അടച്ച മഴ മാറി എന്നാൽ മഴ വേണം താനും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരും. ഇത് നനയില്ലാണ്ട് നമുക്ക് ഒരു ആക്ച്വൽ ഗ്രോത്തിൽ തന്നെ ഇങ്ങനെ പോകുന്നുള്ളൂ. പിന്നെ വലിയ ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചൂടിൽ കുത്തി കൊടുക്കുക. ഒരു മറ, ഗ്രീൻ ഷെഡ് പോലെ അല്ലെങ്കിൽ ഓല എന്തെങ്കിലും കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സൈഡിൽ നിന്നുള്ള സൂര്യൻ്റെ അടി കുറഞ്ഞിട്ടു. റംബൂട്ടാൻ്റെ നന എപ്പോഴാണ് തുടങ്ങേണ്ടത്? ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നനയ്ക്കുള്ള പ്രിപ്പറേഷൻ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഹൈ ടെക്നിക് നനകളാണെന്ന് വെച്ചാൽ മിസ്റ്റ്, സാങ്കേതിക വിദ്യ, അത് നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമുക്കത് ചെയ്യാം. മോട്ടറിന് വെള്ളം അടിച്ച് കൈക്ക് നനയ്ക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് എന്തോരം വെള്ളം ചെന്നു എന്ന് അറിയാം. മറ്റേന്ന് വെച്ചാൽ ഒരു ടൈം കാൽക്കുലേഷനൊക്കെ വെച്ച് മിസ്റ്റ് ചെയ്താലും നല്ലതാണ്. അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇടാം. അല്ലാണ്ട് വേറെ എയർ ഗൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും എത്തിയോ എന്ന് നമുക്ക് ഒരിക്കലും അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. നമ്മൾ കൈ കൊണ്ട് പിടിച്ച് നനച്ച് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ഷുവർ ആക്കാം ഇത്ര വെള്ളം നമ്മളവിടെ ഒഴിച്ചിട്ടുണ്ട്. ഓരോന്ന് പിന്നെ ചില ഈ ഭൂമിയുടെ നിലവാരം അനുസരിച്ച് ചിലപ്പോൾ അത് പാറയുള്ള സ്ഥലം കാണും, ചിലപ്പോൾ എങ്കിൽ ഒത്തിരി മണ്ണായുള്ള സ്ഥലം ഉണ്ടാവും. പാറയുള്ള സ്ഥലത്ത് കൂടുതൽ നന വേണ്ടി വരും, പാറയില്ലാത്തടത്ത് അതിനെ കുറച്ച് അത് നോക്കി ചെയ്യാൻ പറ്റും. മറ്റാകുമ്പോൾ യൂണിഫോമായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒരേ രീതിയിലല്ലേ പോകും. റംബൂട്ടാൻ്റെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജൈവവളമാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചെറിയ രാസവളങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു ഹൈ ഗ്രോത്ത് കിട്ടും. ഏറ്റവും ഇതിന് ഇടേണ്ട വളം ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുംകാട്ടമാണ്. ആട്ടുംകാട്ടോ പിന്നെ ചാണാൻ, കോഴിക്കാട്ടം എല്ലാ രീതിയിലും. പക്ഷെ അന്നേരം അല്പം കോഴിക്കാട്ടാകുമ്പോൾ കുറച്ച് അകത്തിടണം, അല്ലെങ്കിൽ അതിന് ചൂട് തടിയിലേക്ക് അടിക്കും. പിന്നെ നനച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൃഷി രീതികൾ. ഇതൊക്കെ എത്ര ഇടവേളകളിലാണ് ഇടാറുള്ളത്? ഒരു 3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി രാസവളങ്ങൾ, ഫാക്ടംഫോസ്, പൊട്ടാഷ് വന്നിട്ട് പിന്നെ പൂക്കണതിന് തൊട്ട് മുമ്പായിട്ട് പൊട്ടാഷും ഫാക്ടംഫോസും നന്നായിട്ട് കൊടുത്ത് ശരിക്കും നനയ്ക്കണം. അപ്പോൾ അന്നേരം കായ്ക്ക് അല്ലെങ്കിൽ മെച്ചിക്കായ എന്ന് പറയുന്ന സാധനം വരും. കാരണം സീഡില്ലാത്ത കായ്ക്കാണ് മെച്ചിക്കായ എന്ന് ഞങ്ങളിവിടെ പറയുന്നത്.
നമ്മൾ തൂക്കം എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അത് ഒഴിവാക്കും. നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. എത്ര അകലത്തിലാണ് ഈ തൈ നടേണ്ടത്? 40 അടിയാണ് റെക്കമെൻഡഡ്. മിനിമം 30 വേണം. അതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിലായിട്ട് ഈ മരങ്ങൾ തമ്മിൽ മുട്ടി എവിടെ സൂര്യപ്രകാശം അടിച്ചില്ലേ അവിടെ ഒന്നും ഉണ്ടാവില്ല. സൺ ശരിക്കും കിട്ടിയാൽ അവിടെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. മറ്റേ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മിച്ചിക്കായി പോകും. അതുപോലെ ഇതിന്റെ കൊമ്പ് ഒതുക്കി കൊടുക്കല് അത് വേണം. അത് നമ്മൾ എല്ലാ പറിക്കുമ്പോഴും കുറേ പറിക്കുന്ന അവർ തന്നെ ഒടിച്ചൊടിച്ചാണ് പോണേ. ചിലവരാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൂണിങ് മെഷീൻ വെച്ച് കട്ട് ചെയ്താണ് പോണേ. അതാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് അത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ വെട്ടി ഒതുക്കി ഒരു അംബർല ടൈപ്പിൽ എല്ലാ ട്രെയും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും ഈ ഒരു ഈക്വൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ സണ്ണിൻ്റെ സൂര്യൻ്റെ എല്ലാ സൈഡിൽ നിന്നും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് അടുത്ത വർഷം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. കീടബാധകളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? കൂടുതലായി കൃഷി വരുമ്പോൾ ഏത് സാധനത്തിനും ഇല ഇങ്ങനെ ചുരുണ്ടു പോകുന്ന ഒരു കേടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് റീപ്ലേസ് ആയി നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കീടെന്ന് പറയാൻ പാകത്തിനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഒത്തിരി ആകുമ്പോൾ ഉറപ്പായിട്ടും കീടം ഉണ്ടായിരിക്കും. നിലവിൽ അതിനെ പെസ്റ്റിസൈഡൊന്നും ഉപയോഗിക്കാനുള്ള ഉള്ളി മെയിനായിട്ട് വളം ശരിക്കും കൊടുക്കുക, നന കൊടുക്കുക, അത്രേ ഉള്ളൂ. പ്രൂണിങ് ചെയ്യുക. വേറെ മരുന്നൊന്നും അടിക്കേണ്ട കാര്യമില്ല. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഒന്നിൻ്റെ ആവശ്യമില്ല. അതിനൊരു നാച്ചുറൽ ടൈമുണ്ട്. ആ സമയത്ത് പൂക്കും കായ്ക്കും. ഈ പൂവിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്ത് ഒന്നും ചെയ്യേണ്ടത്, നന മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ആൾക്കാർ പലരും പറയും നനച്ചാൽ പൂക്കില്ല. അതൊക്കെ വെറുതെ പറയണേ. ഞങ്ങൾ പാടത്താണ് ആദ്യം കൃഷി തുടങ്ങിയത്. അതെപ്പോഴും ഫുള്ള് വെള്ളത്തിൽ നിറഞ്ഞൊരു പാടാണ്. അതൊരിക്കലും വെള്ളം പറ്റണയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിൽ വരും, വെള്ളം അതിൻ്റെ മുകളിലേക്ക് കയറില്ല, ആ ലെവലിൽ തന്നെ കിടക്കുള്ളൂ. ആ പാടത്ത് ഞങ്ങളൊന്നും ചെയ്യാറില്ല. അവരുടെ അടുത്ത് നോർമലായിട്ട് പൂക്കും, നോർമലായിട്ട് കായ്ക്കും. അപ്പോൾ വെള്ളം ഒരു എസെൻഷ്യൽ സാധനമാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആ സമയത്ത് നനയ്ക്കാതെ സ്ട്രെസ് കൊടുക്കണം. അത് അശാസ്ത്രീയമാണ്. കാരണം അതിനൊരു നോർമൽ സമയമുണ്ടല്ലോ അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ. ഇപ്പോൾ പൂക്കാനുള്ള ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പൂത്ത് തുടങ്ങും. ഇപ്പോൾ ചൂട് കൂടുതലുള്ള മേഖലയിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മാസം 1.5 മാസത്തിനുള്ളിലായിട്ട് എല്ലാം പൂക്കും. എന്തായാലും സെപ്റ്റംബറിനുള്ളിലായിട്ട് ഇത് പറിച്ച് തീരും. ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും സാധാരണ തീരാറാണ്. റംബൂട്ടാന്റെ വിളവെടുപ്പ് സമയം എങ്ങനെയാണ്? കിലോ പറഞ്ഞ് കൊടുക്കുക. ഒരു കിലോ 120 തുടങ്ങി 150 വരെ പോകും. അപ്പോൾ അവരത് പറിച്ച് നമ്മൾ ഒരു ബോക്സ് ആവറേജ് ഒരു 15 കിലോ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ബോക്സിൻ്റെ എണ്ണം മെഷർ ചെയ്താൽ മതി. നമുക്ക് വേറെ ജോബൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പൈസ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ തരും. നമ്മൾ കടമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ സ്പോട്ടാണ്. ആദായകരമായ കൃഷി തീർച്ചയായിട്ടും റിക്കമെൻഡഡ് ആണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. പിന്നെ സ്ഥലത്തിൻ്റെ ക്വാളിറ്റിയും കൂടെ കുറേ അതിൻ്റെ ഇതാണ്. പിന്നെ പാറയുടെ മുകളിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. അതേപോട്ട് ഫ്ലഡ് വരുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലത്തും അത് റിക്കമെൻഡഡ് അല്ല. ബാക്കി ഈ മേഖലകളിൽ ഏറ്റവും 100% ഒരു റിക്കമെൻഡ് ചെയ്യാവുന്ന ഒരു വിള തന്നെയത്. പിന്നെ റബ്ബറാണെന്ന് ഇവിടുത്തെ അടിസ്ഥാന കൃഷി. അത് നിന്ന് പോകും, ആരും ജോലി ചെയ്യാനില്ല. ഇത് റീപ്ലേസ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്, ബെസ്റ്റ് സൊല്യൂഷൻ. ഇവിടെ ഇപ്പോൾ എത്ര ഏക്കറിലായിട്ടാണ് കൃഷി ചെയ്യുന്നത്? ഏകദേശം 6 ഏക്കറിൻ്റെ അടുത്ത് കൃഷിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന റംബൂട്ടാനൊക്കെ എത്ര വർഷമായതാ? 20 വർഷമായ മരമുണ്ട്, 5 വർഷമായ മരമുണ്ട്, പിന്നെ 10 വർഷമായ മരമുണ്ട്. അത്രയുണ്ട്. അതിൻ്റെ അത് അകലം നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെട്ടിയിട്ടേക്കുന്നത് കണ്ടോ? ഓ, അതാണ് ഇവിടെ ഈ വെട്ടിക്കരിഞ്ഞ് കിടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് എല്ലാം N18 അല്ല, കിങ് ഉണ്ട്, സ്കൂൾ ബോയ് ഉണ്ട്. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. കാരണം അത് വിപണിയിൽ അതിന് തീരെ ഡിമാൻഡില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പിന്നെ അകലവും കൂടെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുവാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വെട്ടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈൽഡുണ്ട്. ഈ വർഷം അതിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഫ്യൂച്ചറിൽ N18 തന്നെയായിരിക്കും നമുക്ക് മാർക്കറ്റിങ്ങിന് പറ്റുന്നതാണ്. ഈ N18 കിങ്ങൊക്കെ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? കൂടുതൽ മധുരമുള്ളതും കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടുതലുള്ളതും N18 തന്നെയായിരിക്കും. കിങ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ രോമം പോലെ ഇരിക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കറുത്തു പോകും. പിന്നെ അത്രയും മധുരമില്ല അതിന്. പിന്നെ പൊളിക്കാനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് N18 കൂട്ടും. റംബൂട്ടാൻ കൃഷിയിലൊക്കെ കടന്നു വരാനൊക്കെ താല്പര്യപ്പെടുന്നവരോടായിട്ട് എന്താ പറയാനുള്ളത്? ഭൂമിയുടെ ഘടന ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറുന്ന സ്ഥലത്തിൽ ഒരിക്കലും വെക്കരുത്. കാരണം നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകുമല്ലോ. പിന്നെ വേനൽക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്ത് മാത്രമേ നടാമുള്ളൂ. അല്ലെങ്കിൽ അതും ഫെയിൽ ആയി പോകും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. ചേട്ടൻ ആദ്യമേ തൊട്ട് കൃഷിയാണോ ചെയ്തിരുന്നത്? അതോ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? തറവാട്ട് വീട്ടിലാണ്. അവർ ബേസിക്കലി കൃഷിക്കാരാണ്. ഞാനും ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഗൾഫിലെ ചാൻസ് കിട്ടിയായിരുന്നു, ഗൾഫിലേക്ക് പോയി. അവർ കൃഷി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ആദ്യം റബ്ബർ കൃഷിയായിരുന്നു, പിന്നെ വാഴയത്ത് സാധാ നോർമൽ കൃഷിക്കാർ. അവിടുന്ന് ഈ പൈനാപ്പിൾ നട്ട് ആക്ച്വലി എല്ലാവരും മടുത്തു. പിന്നെ വില സ്ഥിരതയില്ലല്ലോ. അപ്പോൾ പിന്നെ ആ സ്ഥലത്ത് ഞങ്ങൾ റംബുട്ടാനെ പരീക്ഷണാടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ടൊന്ന് നട്ടു. അതൊരു ഭയങ്കര സക്സസ് ആയിരുന്നു. ഏക്കറിൽ നമുക്ക് എന്തായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ മേളിൽ അതിന് ആദായം കിട്ടും എന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അത് നട്ട പിറ്റ വർഷം കിട്ടത്തില്ല, ഒരു 6 years ആഫ്റ്റർ ഷുവർ. അത് നമ്മുടെ പരിപാലനം പോലെ ഇരിക്കും. വേറെ ഏത് സാധനം നട്ടാല, കാരണം വേറെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, വേറെ തൊഴിലാളികളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മിസ്റ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിങ്ങളിടുക, പിന്നെ വളമിടാൻ, അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി വിളവെടുപ്പും
വലയിടിയിലും എല്ലാം പുറത്തുനിന്നുള്ള തൊഴിലാളികൾ വരും. അവർ ബാച്ചായിട്ട് വരും. നമ്മൾ ഒള്ളി ബോക്സ് എണ്ണി ക്യാഷ് മേടിക്കുക. ബാക്കിയുള്ള കൃഷിയെ അപേക്ഷിച്ച് വളരെ റെക്കമെൻഡഡ്, ഹൈലി റെക്കമെൻഡഡ്. ആദായം തീർച്ചയായിട്ടും. റംബൂട്ടാന്റെ വിപണന സാധ്യതയൊക്കെ എങ്ങനെയാണ്? വേറെ ഇതിൻ്റെ മാർക്കറ്റ് മെയിനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്രാസ്, ബാംഗ്ലൂർ, ഈവൻ ബോംബെയിലേക്ക് ഇത് റീച്ച് ചെയ്യുന്നില്ല. പിന്നെ ഓവർസീസ് നല്ല സ്കോപ്പ് ഉണ്ടാണ്. കാരണം ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മെയിനായിട്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റ് വിങ്ങിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഈ ഫ്രൂട്ട് ഒരിക്കലും ഫെയിൽ ആകത്തില്ല. അപ്പോൾ നമുക്ക് ഇനിയും ഒത്തിരി സാധ്യതകളുണ്ട് ഈ ഫ്രൂട്ട്സ് മാർക്കറ്റിൽ. തായ്ലൻഡുകാർ അവരുടെ എംബസി നേരിട്ട് വന്ന് ഫ്രൂട്ട് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ബിഗ് മാർക്കറ്റിലെല്ലാം വന്ന് ഇവർ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ അംബാസഡർ സഹിതം വന്നിട്ടാണ് ഫ്രൂട്ട് പ്രൊമോഷൻ നടത്തുന്നത്. അത് നമുക്ക് ടേസ്റ്റ് സാമ്പിളുണ്ട്, ഫ്രീ സാമ്പിളുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും വരുമ്പോൾ ഓരോ റംബൂട്ടാൻ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ കഴിച്ചു നോക്കുക, ടേസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ്. അല്ല, ഫുലൂസാൻ പിന്നെ മാംഗോസ്റ്റിൻ ഇതെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുക്കും. വന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഫ്ലോക്ക് മൊത്തം കൊടുക്കും അവർ. അങ്ങനെയാണ് അവർ മാർക്കറ്റ് പിടിക്കുന്നത്. അവർക്കൊരു ഭയങ്കരമായ എന്ന് വെച്ചാൽ തായ്ലൻഡ് പ്രൊഡക്റ്റാണ് ഉള്ളൂ ശരിക്കും. നമുക്കവിടെ കയറാൻ കഴിയും. ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ പ്രോപ്പറായ രീതിയിൽ ഈ സാധനം ചില്ല് ചെയ്ത് പറിച്ച് തന്ന് തന്നെ മാർക്കറ്റിൽ എത്തണം സാധനം. ആ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഷുവർ നമുക്കിത് ഗെയിൻ ചെയ്യാൻ പറ്റും. റബ്ബറിനെ ഇനി നമുക്ക് നോ മോർ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ നമുക്കിവിടെ തൊഴിലാളികൾ വേണം. നമ്മുടെ പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോയി. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ആരും ജോലി ചെയ്യാൻ തയ്യാറല്ല. ഇവിടെ റംബൂട്ടാൻ അല്ലാതെ വേറെ എന്തൊക്കെയാണ്? വേറെ ഫുലൂസാനുണ്ട്. ഏതാണ്ട് ഒരു 10-25 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഫുലൂസാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ടയുണ്ട്, പിന്നെ ഇത് ഓറഞ്ച് ഉണ്ട്, പിന്നെ വിയറ്റ്നാമിലെ പ്ലാവ് ഉണ്ട്, ചാമ്പയുണ്ട്, തായ്ലൻഡ് ചാമ്പയുണ്ട്, പപ്പായ, ലൂബിക്ക, അങ്ങനെയുള്ള ഫ്രൂട്ടൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? എൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, 2 കുട്ടികൾ. ജൂബി ഭാര്യ, ഇവാന മൂത്തോള്, രണ്ടാമത്തോള് ടെസ്ന. ഭാര്യ ടീച്ചറാണ്, +2 ടീച്ചറാണ്. റംബൂട്ടാൻ കൃഷി രീതിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന സിബി ചേട്ടന് നന്ദി. ആകാശവാണിക്കും തിരിച്ച് നന്ദി പറയുകയാണ്. കാരണം പുതിയ ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കുറച്ചുകൂടി വലിയ രീതിയിൽ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് കൂടി ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊല്ലറയ്ക്കലിന്റെ കൃഷിവിശേഷങ്ങളാണ്. ഇന്നത്തെ കാർഷിക ജീവനം പൂർണ്ണമാകുന്നു. നിർവഹണം റിയ. സഹകരണം ജിത സുധീർ, ജയ് ജോയ്. കാർഷിക ജീവനം. കൃഷി അറിവുകളും അനുഭവങ്ങളും